സെന്റാങ്കിൾ ഒരു പഴയ ഇന്ത്യൻ, ചൈനീസ് അല്ലെങ്കിൽ അറബ് കലാരൂപമല്ല. ഇത് വളരെ പുതിയ കാലത്താണ് രൂപം കൊണ്ടത്. 2003 മുതൽ 2004 വരെ കാലത്ത് റിക്ക് റോബർട്ട്സ്, മുമ്പ് ഒരു സന്യാസിയും മരിയ തോമസ് ഒരു കലിഗ്രാഫി ആർട്ടിസ്റ്റുമാണ്. ഇരുവരും അമേരിക്കയിലാണ് ഇത് വികസിപ്പിച്ചത്. മരിയ കാലിഗ്രാഫി എഴുതുമ്പോൾ ആവർത്തനാത്മകമായ വരകളും ഡിസൈനുകളും വരയ്ക്കുന്നതിനിടെ അവൾക്ക് ഒരു ധ്യാനാനുഭവം ഉണ്ടായി. റിക്ക് അത് ശ്രദ്ധിച്ചു പറഞ്ഞു, ഇത് ഡ്രോയിംഗ് മാത്രമല്ല, മെഡിറ്റേഷൻ പോലെയാണ്. അപ്പോൾ അവർ ഇരുവരും കൂടി സെന്റാങ്കിൾ മെത്തോഡെന്ന രീതിയിൽ അതിനെ വികസിപ്പിച്ചു. സെന്റാങ്കിളിന് പഴമയുള്ള ചരിത്ര കലാരൂപം പോലൊരു പശ്ചാത്തലമില്ല. പക്ഷേ ഇത് മണ്ഡാല ആർട്ട്, കോലം, രംഗോലി, ഇസ്ലാമിക് ജോമെട്രിക് ഡിസൈൻസ്, ട്രൈബൽ പാറ്റേൺസ് പോലെയുള്ള പഴയ പാറ്റേൺ അടിസ്ഥാന കലാരൂപങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടതാണ്. അതുകൊണ്ട് പറയാം, സെന്റാങ്കിൾ മോഡേൺ സ്റ്റൈലിൽ നിർമ്മിച്ചത്, പക്ഷേ ട്രഡീഷണൽ പാറ്റേണുകളുടെ ഇൻസ്പിരേഷനുള്ള ഒരു മൈൻഡ്ഫുൾ ആർട്ടാണ്. സെന്റാങ്കിളിന്റെ പ്രത്യേകതകൾ: ടാങ്കിൾസ് എന്ന് വിളിക്കുന്ന ചെറിയ ചെറിയ പാറ്റേണുകൾ റിപ്പീറ്റ് ചെയ്ത് നിറയ്ക്കും. ഫോക്കസ്, മൈൻഡ് റിലാക്സേഷൻ എന്നിവയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നു. 3.5 ഇഞ്ച് സ്ക്വയർ പേപ്പറിലാണ് സാധാരണ വരക്കുന്നത്. ഒരാൾക്ക് ഡ്രോയിംഗ് അറിയില്ലെങ്കിലും ചെയ്യാൻ സാധിക്കും.